Hi friends, welcome to Sashi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടി വെച്ചിട്ട് നാച്ചുറൽസിന്റെ ഷേപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കാം. പിന്നെ 5-6 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ജീരകമാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടി കുഴയ്ക്കാനായിട്ട് 1 കപ്പ് വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഓയിലാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരുവേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പത്തിരിക്ക് കഴിക്കാൻ മാവ് തയ്യാറാക്കത്തില്ലേ, അതുപോലെ തന്നെ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. മാവ് കൈകൊണ്ട് കുഴയ്ക്കാവുന്ന പരുവത്തിൽ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുക കേട്ടോ. പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഉരുട്ടി ചപ്പാത്തി പരത്തുന്ന രീതിയിൽ പരത്തിയെടുക്കാം. മാവ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അതിന്റെ മുകൾ ഭാഗം ഉണങ്ങിയിരിക്കും. ഇനി ഇത് ചപ്പാത്തി പരത്തുന്ന പലകയിലോട്ട് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതിന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഷേപ്പ് കറക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ചപ്പാത്തിയുടെ കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന്റെ അരികുവശം ഇനി എടുത്ത് ഇത് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് വറക്കുമ്പോൾ പൊങ്ങി വരാതിരിക്കാനായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് കൊടുക്കാം. ഇത് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു മസാല കോട്ടിങ് കൊടുക്കാം. അതിനായിട്ട് അടപ്പുള്ള ഒരു ബോക്സ് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്തതാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചാറ്റ് മസാല ചേർക്കാം. സ്വല്പം ഉപ്പ്, ഒരുപാട് ചേർക്കരുത്. ഇനി ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ ടിൻ അടച്ച് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കാം. ഒരു വാഞ്ഞ് നമ്മൾ കറക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.